ഭാവയാമി രഘുരാമം എന്ന രാമായണ പഠനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കാമാശ്രമവാസം കഴിഞ്ഞ് വിശ്വാമിത്രനോടൊപ്പം താടകാവധത്തിന് തയ്യാറെടുത്ത് രാമലക്ഷ്മണന്മാർ മുന്നോട്ട് നടന്നു. അതിഭയാനകമായ ഒരു കാട്ടിലേക്കാണ് വന്നു ചേർന്നത്. ചെവി അടപ്പിക്കുന്ന തരത്തിലുള്ള ചീവീടുകളുടെ ശബ്ദവും ക്രൂരമൃഗങ്ങളുടെ ഗർജനവും ഒക്കെ കേട്ട രാമൻ പറഞ്ഞു, കാണുമ്പോൾ തന്നെ ഭയം തോന്നിപ്പിക്കുന്ന ഈ കാട് ഏതാണ്? എന്താണ് ഇവിടെ ഇങ്ങനെയൊക്കെ? മുൾച്ചെടികൾ മാത്രമാണല്ലോ ധാരാളമുള്ളത്. മനുഷ്യന്റെ പാദമേൽക്കാത്തതുപോലെ തോന്നുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ വിശ്വാമിത്രൻ താടകാചരിതം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവസാനത്തിൽ പറഞ്ഞു, ആ താടകയെ നീ വധിക്കണം രാമ. ആ താടക കരാള രൂപിണിയാണ്, ദുർവൃത്തയാണ്, യജ്ഞങ്ങൾ നശിപ്പിക്കുന്നവളാണ്, പരമദാരുണയാണ്, ദുഷ്ടചാരിണിയാണ്. ഇങ്ങനെ തുടങ്ങി ആ താടകയുടെ സ്വഭാവങ്ങളെല്ലാം വ്യക്തമാക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, രാമ, സ്ത്രീയാണെന്ന് വിചാരിച്ച് നീ മടിച്ചു നിൽക്കരുത്. രക്ഷാശിക്ഷകളൊക്കെ നടത്തേണ്ടത് രാജാവിന്റെ ധർമ്മമാണ്. അവിടെ ആളെ നോക്കരുത്. മാത്രമല്ല, ഒരു രാജാവ് 4 വർണ്ണങ്ങളെയും യഥാവിധി ഒരു രാജാവ് പരിപാലിക്കണം. രക്ഷാശിക്ഷകൾ അത് ശരിയായ വിധത്തിൽ നടപ്പിലാക്കണം. ഇവളെ കൊണ്ട് നാട് മൊത്തം പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് വധിക്കണം രാമ. ഉടനെ രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാമുനി, അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കൗശിക വചനം അവിശങ്കയാ കർത്തവ്യമെന്ന്. അതുകൊണ്ട് ഞാൻ ചെയ്യില്ലേ മാമുനെ. വീണ്ടും മുന്നോട്ട് നടന്നപ്പോ രാമ നേരത്തെ സ്ത്രീവധം ചെയ്ത ധാരാളം രാജർഷിമാരുടെ, രാജാക്കന്മാരുടെ, ദേവേന്ദ്രന്റെ, വിഷ്ണുവിന്റെ ചരിതമൊക്കെ പറഞ്ഞു കൊടുത്തു. വിശ്വാമിത്രന്റെ മനസ്സിലുണ്ട്, രാമന്റെ ഉള്ളിൽ ക്ഷത്രിയന് യോജിക്കാത്ത ചില സ്വഭാവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സ് മാറ്റിയെടുക്കണം. അവനെ ഈ രാജ്യത്തിലെ രാജാവാക്കി തീർക്കണമെങ്കിൽ അവന്റെ ഉള്ളിലുള്ള സദ്ഗുണ വൈകൃതത്തെ മാറ്റിക്കളയണം. ഇത് വന്നു ചേർന്നിരിക്കുന്നു ക്ഷത്രിയന്മാർക്ക്. അത് രാമനിലുമുണ്ട് എന്നറിയാം. രാമ, അവളെ വെല്ലുവിളിക്കൂ. രാമൻ തന്റെ കോദണ്ഡം, തന്റെ വില്ല് ആ ഞാണൊന്ന് വലിച്ച് വിട്ടപ്പോൾ വലിയ ശബ്ദമുണ്ടായി. ആ ശബ്ദം കേട്ട് ആ കാടിനെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ഉഗ്രരൂപിണിയായിട്ടുള്ള താടക അട്ടഹസിച്ച് സർവരെയും ഭയപ്പെടുത്തുന്നത് പോലെ അങ്ങ് ഓടി വരികയാണ്. വരുന്നത് കണ്ടപ്പോൾ രാമൻ പറഞ്ഞു, എന്തൊരു ഭയാനക രൂപമാണ് ലക്ഷ്മണ. ഏതായാലും സ്ത്രീയല്ലേ, കൊല്ലണ്ട, നമുക്ക് ഭയപ്പെടുത്തി വിടാം, അല്ലെങ്കിൽ ചെവിയും മൂക്കുമൊക്കെ അരിഞ്ഞു കളയാം എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് വിശ്വാമിത്രൻ അവിടെ നിൽക്കുകയാണ്. ഇത്ര നേരം താൻ പറഞ്ഞു, ഇതുപോലെ ഒരു കരാള രൂപിണി കൊണ്ട് സമൂഹം പൊറുതിമുട്ടി യജ്ഞയാഗങ്ങൾ നശിപ്പിക്കുന്നു, ദുർവൃത്തയും പരമദാരുണയും ഹിംസ മാത്രം കൈമുതലാക്കിയിട്ടുള്ള ഇവൾ നിരവധി ഋഷിമാരെ കൊന്നൊടുക്കുന്ന ചരിതമൊക്കെ പറഞ്ഞിട്ടും ഈ രാമൻ ഇത് മനസ്സിലാകുന്നില്ല. സാങ്കോപാംഗം താൻ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടും രാമന് മനസ്സിലാകുന്നില്ല. പക്ഷെ വിശ്വാമിത്രനിവിടെ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം രാമന്റെ സ്വഭാവം അറിയാം. ഇവിടെ നാം മനസ്സിലാക്കൂ, നമ്മൾ നമ്മുടെ മക്കളെയും ഉപദേശിക്കാറുണ്ട്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കുളിക്കണം, നാമം ജപിക്കണം, വായിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ മക്കൾ അതനുസരിക്കാറില്ല. കാരണം അവരുടെ ഉള്ളിൽ അവരുടെ ഒരു സഞ്ചിത സ്വഭാവമുണ്ട്. രാമന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ സഞ്ചിത സ്വഭാവം വിശ്വാമിത്രൻ അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിരാശയില്ല, അത്ഭുതവും തോന്നിയില്ല. അദ്ദേഹം നിരാശയില്ലാതെ രാമനോട് വീണ്ടും പറഞ്ഞു, രാമ, ഇവൾ ദുർവൃത്തയും പരമദാരുണയും കാരുണ്യമില്ലാത്തവളും യജ്ഞങ്ങൾ നശിപ്പിക്കുന്നവരും ഋഷിമാരെ കൊന്നൊടുക്കുന്നവളും അങ്ങനെയുള്ള ഈ കരാള രൂപിണിയെ നക്തഞ്ചരിയെ വേഗം കൊല്ലു രാമ. ആ വാക്കുകൾ കേട്ടുകൊണ്ട് രാമൻ ശ്രദ്ധിച്ചപ്പോഴേക്കും രാമൻ അന്തി മുറുകുന്നതിന് മുൻപ്, സന്ധിയാകുന്നതിന് മുമ്പ് ഇവരെ കൊല്ലണം. രാത്രിയായാൽ ഇവർക്ക് ശക്തി കൂടും രാമ. അലറി അട്ടഹസിച്ചു വരുന്ന താടകയെ കണ്ട് ശ്രീരാമചന്ദ്രൻ തന്റെ കോദണ്ഡത്തിൽ സായകം ചേർത്ത് വെച്ച് അകർണാന്തം വലിച്ച് ആ രാക്ഷസ സ്ത്രീയുടെ നെഞ്ചകം നോക്കി അസ്ത്രമെയ്ത കരാള രൂപിണിയെ താഴെ പതിപ്പിച്ചു. താടകാവധം കഴിഞ്ഞപ്പോൾ മഹർഷീന്ദ്രന് വളരെ സന്തോഷമായി. ഒരു അത്ഭുതവുമില്ലാതെ, നിരാശയില്ലാതെ തന്റെ ശിഷ്യനെ മനസ്സിലാക്കിയ ഒരു ഗുരുനാഥൻ ഉള്ളിൽ നിന്ന് ആ സ്വഭാവത്തെ മൊത്തത്തിൽ മാറ്റി ഒരു നല്ല കർത്തവ്യബോധമുള്ള വ്യക്തിയാക്കി മാറ്റുന്നതിനുള്ള ആ പരിശ്രമം നാം മനസ്സിലാക്കണം. നമുക്കിവിടെ പഠിക്കാനുള്ളത് നിരാശയില്ലാതെ, ക്ഷോഭിക്കാതെ,
ക്രോധമില്ലാതെ മക്കളെ ആചരണത്തിൽ സ്ഥാപിപ്പിക്കുക. രാമൻ ഏറ്റെടുത്ത ധർമ്മം ക്ഷാത്രവീര്യമാണ്, അത് ഭരണ നിർവഹണത്തിനാവശ്യമാണ്. അപ്പോൾ രാമനിൽ വിശ്വാമിത്രൻ ഉണ്ടാക്കിയ ആ സ്വഭാവം മനസ്സിലാക്കി നമ്മളിലും നമ്മുടെ മക്കളിലുമൊക്കെ ഈ ഒരു സദ്ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ നിരാശയില്ലാതെ പറഞ്ഞ് അവരെ ആചാരങ്ങളിൽ സ്ഥാപിപ്പിക്കണം. ഇത് വേണം താടകാവധത്തിലൂടെ നാം മനസ്സിലാക്കാൻ. ഇങ്ങനെ മനസ്സിലാക്കി രാമായണം പഠിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.